ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഭവാനി എഴുതിയിരിക്കുന്നൊരു മെയിലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് ഭവാനി, 51 വയസ്സുണ്ട്. ഞാൻ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥയാണ്. ഭവാനി എന്നത് എൻ്റെ യഥാർത്ഥ പേരല്ല. യഥാർത്ഥ പേര് പറഞ്ഞു കഴിഞ്ഞാൽ പലരും തിരിച്ചറിയും. എൻ്റെ ഭർത്താവ് വിവാഹം കഴിഞ്ഞ് 7-ാം വർഷം മരിച്ചുപോയി. അപ്പോഴേക്കും ഞങ്ങൾക്ക് 2 പെൺകുട്ടികളുമായിരുന്നു. ആ സമയത്താണ് ഭർത്താവിൻ്റെ ജോലി എനിക്ക് കിട്ടുന്നത്. അങ്ങനെ കുട്ടികളെയും വളർത്തി ഞാൻ ജീവിക്കുകയായിരുന്നു. ഞാൻ ചെന്ന് 1 വർഷം കഴിഞ്ഞപ്പോഴേക്കും ഭർത്താവിൻ്റെ അമ്മ മരിച്ചു പോയിരുന്നു. പിന്നെ ഭർത്താവും ഞാനും കുട്ടികളും മാത്രമായിരുന്നു ആ വീട്ടിൽ. ഭർത്താവ് മരിച്ചതോടുകൂടി ഞങ്ങൾ 3 പേര് മാത്രമായി. പല ആളുകളും സഹായിക്കാൻ വന്നെങ്കിലും ഞാൻ സഹായം സ്വീകരിച്ചില്ല. ഉള്ള പൈസ കൊണ്ട് മതിലൊക്കെ ഉയർത്തിക്കെട്ടി. എന്നിട്ട് പുറകുവശവും മുൻവശവുമെല്ലാം നല്ല ബന്ധവസായി. അങ്ങനെ ആരെങ്കിലും അതിക്രമിച്ച് കയറിയാലൊന്നും വീടിനകത്തേക്ക് പ്രവേശിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് നല്ല സ്ട്രോങ് ആയിട്ടാണ് എല്ലാം ഞാൻ മുൻകൈ എടുത്ത് ചെയ്തത്. കാര്യം ഞങ്ങൾ 3 പേര് മാത്രമേ ഉള്ളൂ. സുരക്ഷിതരായിരിക്കണം ആ വീട്ടിനകത്ത്. അതുകൊണ്ട് തന്നെ മറ്റു പ്രശ്നങ്ങളൊന്നും ഞങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. കാര്യം ജോലിക്ക് വേണ്ടി മാത്രമാണ് ഞാൻ പുറത്തിറങ്ങുന്നത്. അവിടെയുള്ള ആണുങ്ങളുടെ ശല്യമുള്ളൂ. നാട്ടുകാരും അങ്ങോട്ട് വന്ന് നോക്കിയാലും എന്നെയോ കുട്ടികളെ കാണുകയില്ല. ബന്ധുക്കളാണെങ്കിലും വിളിച്ചോദിച്ചിട്ട് വരികയാണെങ്കിൽ മാത്രമേ ഗേറ്റ് തുറക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഉള്ളിൽ നിന്നുള്ള സംസാരമൊക്കെയുള്ളൂ. ആരെയും ഞാൻ അകത്ത് കയറ്റില്ല. മാഡം, ഇതിനിടയ്ക്ക് ഭർത്താവ് മരിച്ച് ഒരു 5-6 വർഷം കഴിഞ്ഞപ്പോൾ എനിക്കൊരു ദുരനുഭവം ഉണ്ടായിട്ടുണ്ട്. കാരണം ഭർത്താവിന് നമ്മുടെ വീടിൻ്റെ അവിടെ നിന്നും ഏകദേശം ഒരു 1/2 കിലോമീറ്റർ മാറി 1 ഏക്കർ സ്ഥലമുണ്ട്. അവിടെ കൃഷിയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഭർത്താവ് മരിച്ച ശേഷവും വിശ്വസ്തനായ ഒരാളുണ്ട്. ഒരു 10-55 വയസ്സുള്ള ആളാണ്. പണ്ട് ഞങ്ങളുടെ പറമ്പിൽ ജോലി ചെയ്യുന്ന ആളാണ്. അങ്ങനെക്കൊണ്ട് ശല്യമൊന്നുമില്ല. ഒരു വട്ടം അങ്ങേർ 4 ദിവസം അവിടെ ജോലി ചെയ്തു. ആ ദിവസം ഞാൻ 4ാമത്തെ ദിവസം അവിടെ എങ്ങനെയൊക്കെയായി എന്നറിയാൻ വേണ്ടിയിട്ട് ഏകദേശം 3 മണിയായി കഴിഞ്ഞപ്പോഴേക്കും പോയതാണ്. തൂമ്പയും മെറ്റോടിരിപ്പുണ്ട്. പക്ഷേ പുള്ളി അവിടെ കണ്ടില്ല. ഇടയ്ക്ക് അങ്ങയുടെ വീട്ടിൽ പോയായിരിക്കും ഇനി ചായ മറ്റോ കുടിക്കാൻ എന്ന് ഞാൻ വിചാരിച്ചു. ആ പുരയിടത്തിൽ ചെറിയൊരു കുടിൽ പോലെ കെട്ടിയിട്ടുണ്ട്. അത് പ്ലാസ്റ്റിക് വെച്ചിട്ടാണ്. മഴയും വെയിലൊന്നും അടിക്കില്ല. പിന്നെ അതിനകത്ത് കുറച്ച് പാത്രങ്ങളുണ്ട്. പിന്നെ നല്ലൊരു കട്ടിലുമുണ്ട്. അത് അയാൾ രാത്രിയിലൊക്കെ ചിലപ്പോൾ പന്നിയൊക്കെ വരാതിരിക്കാൻ കൃഷിയുള്ളപ്പോൾ കിടക്കുന്നതാണ്. പണ്ട് തൊട്ടുള്ളതാണ്. അത് പിന്നീട് കുറച്ചുകൂടി ഇപ്പോൾ നന്നാക്കിയിട്ടുണ്ട്. ഞാനിപ്പോൾ അതിനകത്ത് അങ്ങേരുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുൻവശത്ത് കട്ടിയുള്ള തുണിയാണ് വാതിൽ. അയാളുടെ പേര് വിളിച്ചുകൊണ്ട് ഞാൻ ഒന്ന് മാറ്റി നോക്കി, ഇനി കിടക്കുകയാണെങ്കിലോ എന്ന് വിചാരിച്ച്. പക്ഷെ അതിനകത്ത് പുള്ളിക്കാരനില്ല. ആ സമയത്ത് എന്നെ പുറകിൽ നിന്ന് ആരോ തള്ളി. മാഡം, ഞാൻ പെട്ടെന്ന് ആ ഒരു ചെറിയ കുടലിനുള്ളിലായി. ഞാൻ തിരിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് മനസ്സിലായില്ല. 10-20 വയസ്സുള്ളൊരു പയ്യനാണ്. കാണാനൊക്കെ സുന്ദരനായ ഒരു പയ്യനാണ്. ആരാടാ നീ എന്ന് ഞാൻ ചോദിച്ചു. കാര്യം എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടേ ഇല്ല. അവന് നല്ല കരുത്തായിരുന്നു മാഡം. പെട്ടെന്ന് അവൻ്റെ വാ പൊത്തിപ്പിടിച്ചു. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് കുതറുകയും അലയ്ക്കാനും വിടുവിപ്പിക്കാനും ഒക്കെ ശ്രമിച്ചു. പക്ഷേ ഒന്നും നടന്നില്ല. 20 വയസ്സുണ്ടെന്ന് പറയുന്ന ചെക്കന് 20 ആനയുടെ കരുത്തായിരുന്നു. പക്ഷേ അവൻ പിന്നീട് നടത്തിയ പല സംഭവങ്ങളും എനിക്ക് പെട്ടെന്ന് തന്നെ എൻ്റെ ശബ്ദമില്ലാതാക്കി. എന്ന് വെച്ചാൽ അവൻ എന്നെ ദ്രോഹിക്കുകയായിരുന്നുവെന്ന് അക്ഷരാർത്ഥത്തിൽ പറയാൻ പറ്റില്ല. അവൻ എന്നെ ഉണർത്തുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഉറങ്ങിക്കിടക്കുന്ന ഇത്രയും നാളും ഞാൻ എന്തൊക്കെയാണ് വേണ്ടെന്ന് വിചാരിച്ചത് അതെല്ലാം അവൻ എനിക്ക് പ്രദാനം ചെയ്യുകയാണെന്ന് തോന്നി മാഡം. ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും എനിക്കറിയില്ല. സാധാരണ ഒരു പെണ്ണാണെങ്കിൽ എഴുന്നേറ്റ് ഓടേണ്ടതാണ്. അവൻ്റെ കരവലയത്തിൽ നിന്ന് വിമുക്തയായെങ്കിലും എനിക്കവിടുന്ന് ഓടാൻ പറ്റിയില്ല. ആ പയ്യൻ ആരാണെന്നോ എവിടെ നിന്നാണെന്നോ എങ്ങനെയാണെന്നോ ഒന്നും എനിക്കറിയില്ല. ഞാൻ പക്ഷേ പരിസരം പോലും മറന്നുപോയി. 1/4 മണിക്കൂർ പോയതറിഞ്ഞില്ല. അവസാനം അവൻ എഴുന്നേറ്റ് പോയി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അവനോട് നീ ഏതാണെന്ന് ചോദിച്ചെങ്കിലും അവൻ ഒന്നും മിണ്ടാൻ നിന്നില്ല. പെട്ടെന്ന് തന്നെ ചിരിച്ചിട്ട് ഓടിപ്പോവുകയായിരുന്നു മാഡം. എനിക്കിതൊക്കെ അത്ഭുതമായിട്ടാണ് തോന്നിയത്. അവനിനി ഒരു ഗന്ധർവനായിരിക്കുമെന്ന് പോലെ ഞാൻ സംശയിച്ചു. പക്ഷേ അപ്പോഴാണ് തൊട്ടടുത്ത് നിന്ന് ഞാൻ ഒരനക്ക് കേട്ടത്. നോക്കിയപ്പോൾ ഞങ്ങളുടെ കൃഷിസ്ഥലത്ത് കൃഷി ചെയ്യുന്ന അങ്ങേരാണ്. എന്നെ കണ്ട് അയാൾ എങ്ങനെയുണ്ടായിരുന്നു ചോദിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി അയാളാണ് ഇതിനൊക്കെ കള ഒരുക്കി കൊടുത്തത്. പ്രായമായതുകൊണ്ട് അങ്ങേർക്കൊന്നും പറ്റുകയില്ലായിരിക്കും. അപ്പോൾ ഒരു കൊച്ചിയക്കനെ എങ്ങോ നിന്ന് കൊണ്ടുവന്നിട്ട് എന്നെ ബലിയാടാക്കുകയും അയാൾ
കണ്ടു നിന്ന് ആസ്വദിച്ച് മറ്റു പല കാര്യങ്ങളിലേക്കും കടക്കുകയായിരുന്നെന്നും എനിക്ക് അയാളുടെ നിൽപ്പ് കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിലായി. അയാളുടെ വഷളച്ചിരി കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇത്രയും നാളായിട്ടും ഞാൻ കണ്ടൊരു വ്യക്തിയല്ല അയാൾ എന്നെനിക്ക് തോന്നി. ഒരു മനുഷ്യനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. നിങ്ങൾ ആ ചെക്കനെ എവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് വന്നു? എന്തിനീ ചതി എന്നോട് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അയാൾ പറയുകയാണ്, ഞാൻ ചതിയൊന്നും ചെയ്തില്ല, എനിക്ക് ആ ചെക്കനെ അറിയുകയില്ല. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾ രണ്ടുപേരും കൂടെയുള്ള രംഗം ഞാൻ കണ്ടു, അത് ഞാൻ ആസ്വദിച്ചു എന്നുള്ളതല്ലാതെ എനിക്കൊന്നും അറിയില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് അയാൾ പറയുകയാണ്, നിനക്ക് ഇഷ്ടമുണ്ടായിട്ടില്ലേ നീ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സഹകരിച്ചത്? അപ്പോൾ നീ തന്നെ വിളിച്ചു വരുത്തിയ പയ്യനായിരിക്കും. കാരണം നിന്റെ വീട്ടിലത് പറ്റില്ല, 2 പെൺകുട്ടികളുണ്ട്, കോട്ട പോലെ മതിൽ കെട്ടിപ്പൊക്കിയാലെന്നും നിന്റെ പ്രശ്നം തീരില്ലെന്ന് മനസ്സിലായില്ലേ? അതുകൊണ്ട് നിനക്ക് വേറെ കല്യാണം കഴിക്കാനുള്ള സമയമായി. ഇങ്ങനെ ചെറുപ്പക്കാരി പിള്ളേരെ പിടിക്കേണ്ട യാതൊരു കാര്യമില്ല എന്നയാൾ പറയുകയാണ്. എനിക്ക് എന്നോട് തന്നെ നാണക്കേട് തോന്നി. ഇത്രയും കാലം ഇങ്ങേർക്കല്ലേ കൂലി കൊടുത്തത്? എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. അങ്ങനെ തന്നെ വിളിച്ചുകൊണ്ട് വന്നൊരു പയ്യനായിരിക്കാം. അവൻ ആരാണെന്ന് അയാൾ പറയാത്തിടത്തോളം കാലം ഞാനങ്ങനെ കണ്ടുപിടിക്കും. എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. അങ്ങോട്ട് ഞാൻ പറഞ്ഞു, മേൽ എൻ്റെ പുരടത്തിൽ വന്നേക്കരുത്, നിങ്ങൾ ഞാൻ തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്ന് പറഞ്ഞ് ഞാൻ അവിടുന്ന് ഓടിപ്പോരുകയായിരുന്നു. അങ്ങനെ പിന്നെ എന്നോട് ക്ഷമ പറയാനൊന്നും വന്നില്ല. ഞങ്ങൾ തമ്മിൽ പിന്നെ കണ്ടിട്ടുണ്ടെങ്കിലും മിണ്ടിയിട്ടില്ല. അയാൾ പുരടത്തിലും വന്നിട്ടില്ല മാഡം. ആരോടെങ്കിലും ഈ കാര്യങ്ങളൊക്കെ അയാൾ പറയുമോ, എന്നെ കുറ്റക്കാരിയാക്കുമെന്ന് എനിക്ക് ഭയമുണ്ടായിരുന്നു. പക്ഷേ അയാൾ ആരോടും പറഞ്ഞില്ല. അന്ന് എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. അയാൾ പറഞ്ഞിട്ട് വന്ന പയ്യനാണോ, പറയാതെ വന്ന പയ്യനാണോ, ഇനി വഴിപോക്കനാണോ, യാദൃച്ഛികമായി എന്നെ കണ്ടു വന്ന പയ്യനാണോ എന്നൊന്നും എനിക്കറിയില്ല. അതിനു മുൻപോ പിൻപോ ആ പയ്യനെ ഞാൻ കണ്ടിട്ടില്ല മാഡം. എല്ലാം ഒരു ദുരൂഹത പോലെ എന്നെ പിന്തുടരുകയാണ്. ഇപ്പോഴും എനിക്കറിയില്ല എന്താ സംഭവിച്ചെന്ന്. പക്ഷേ ഞാൻ അതിന് വശംവദയായി എന്നുള്ളത് മാത്രം സത്യമാണ്. എന്നാലും എനിക്കത് കഴിഞ്ഞപ്പോൾ വല്ലാത്ത പേടിയുണ്ടായിരുന്നു. കാരണം എൻ്റെ നിർത്തിയിട്ടുള്ളതല്ല. അപ്പോൾ ഇനി അടുത്തൊരു തൊന്തരവ് എനിക്കുണ്ടാകുമോ? ഭർത്താവുമില്ല, എന്തെങ്കിലും പ്രശ്നങ്ങളാകുമോ, ആരെങ്കിലും അറിയുമോ എന്നൊക്കെ ഒത്തിരി നാൾ, ഏകദേശം ഒരു 2 മാസത്തോളം എനിക്ക് വല്ലാത്ത പേടിയായിരുന്നു. പക്ഷേ ഒന്നും നടന്നില്ല. അത് കഴിഞ്ഞ് ഞാൻ പിന്നീട് കുറച്ച് വർഷം കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഒരു കൂട്ടുകാരിയുണ്ട്. അവൾ അടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനൊരു സംഭവം നടന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, ആ ഒരുത്തം വന്നു അതിക്രമിച്ച് കയറിയതല്ലേ, പേടിയാണെങ്കിൽ നിനക്കൊരു ഇഷ്ടം തോന്നി, അതൊക്കെ മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിക്കാം. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ഡൽഹിയിലൊക്കെ പോയി വരുന്ന സമയത്തും എനിക്കിതുപോലെ തന്നെ അപരിചിതരിൽ നിന്ന് പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ചിലതൊന്നും എനിക്കിഷ്ടമല്ല, ചിലതൊക്കെ ഞാൻ സഹകരിച്ചിട്ടുമുണ്ട്. മനുഷ്യൻ്റെ മനസ്സ് അങ്ങനെയാണ്. അപരിചിതരാണെങ്കിലും പിന്നീട് കാണാൻ സാധ്യതയില്ലെങ്കിലും ചിലപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കും. അത് നീ അങ്ങ് മറന്നു കള. കാര്യം ആ ചെക്കന് നിന്നോടും നിനക്ക് ആ ചെക്കനോടും ആ സമയത്തെങ്കിലും ഇഷ്ടം തോന്നിയില്ലോ, അപ്പോൾ അതൊരു നല്ല റിലേഷനാണെന്ന് വിചാരിച്ചാൽ മതി എന്ന് പറഞ്ഞ് അവൾ എന്നെ സമാധാനിപ്പിച്ചു. പിന്നെ അവൾ പറഞ്ഞു, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നിൻ്റെ മനസ്സ് എവിടെയെങ്കിലും വഴുതി വീഴും. ഇനിയിപ്പോൾ ഇത് നിർത്താതിരിക്കേണ്ട കാര്യമില്ല, നമുക്ക് ഡോക്ടറെ കണ്ട് ഇത് നിർത്താമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇനി ഒരു അബദ്ധം സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാം സ്റ്റോപ്പ് ചെയ്തത്. എന്ന് വെച്ചിട്ട് എനിക്ക് പിന്നീട് ഒരു റിലേഷനും ഉണ്ടായില്ല. ഈ ഒരു സംഭവം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഇനി വേണ്ട, കല്യാണമേ വേണ്ട, ആണുങ്ങളൊന്നും വേണ്ട, കുട്ടികളെ വളർത്തി ജീവിക്കാം എന്നായിരുന്നു. അങ്ങനെ ജോലി ചെയ്ത് പഴയതുപോലെ തന്നെ ഞാൻ ജീവിച്ചു. പിന്നീട് വന്ന അപേക്ഷകളൊന്നും ഞാൻ സ്വീകരിച്ചില്ല. മക്കൾ 2 പേരും പഠിച്ചു. മൂത്തവളുടെ വിവാഹം കഴിഞ്ഞിട്ട് അങ്ങേ വർഷം കഴിഞ്ഞു. പിന്നെ ഇളയവൾ ഇപ്പോൾ വിദേശത്ത് പഠിക്കുകയാണ്. അവർ പോയി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഒറ്റയ്ക്കായി. പിന്നെ ചില സമയത്തൊക്കെ രാത്രി കൂട്ടുകിടക്കാൻ എൻ്റെ ഭർത്താവിൻ്റെ ഒരു അകന്ന ബന്ധു വരും. ഇടയ്ക്ക് അവർക്ക് വയ്യാതായി. അപ്പോൾ ഞാൻ തനിയായിരുന്നു. അതൊക്കെ ഞാൻ ശീലിച്ചു. എൻ്റെ മക്കൾക്കും അറിയാം ഞാൻ സ്ട്രോങ് ആണെന്ന്. അതുകൊണ്ട് അവർക്ക് വലിയ പ്രശ്നമൊന്നുമില്ല മാഡം. ഇതിനിടയ്ക്ക് ഞങ്ങളുടെ വീടിനടുത്ത്, അതായത് കാണാവുന്ന ദൂരത്തിൽ ഒരു പുതിയ വീട്ടുകാർ വന്നു. പഴയ അവിടെ ഒരു വീടുണ്ടായിരുന്നു. ആ വീട് വാങ്ങി അവർ റിനോവേറ്റ് ചെയ്തിട്ടാണ് അവിടെ വന്നത്. അവിടെ ആ ഒരു സ്ത്രീക്ക് 2 ആൺമക്കളാണുള്ളത്. ആൺമക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരട്ടകളാണ്. 2 പേരെയും കണ്ടു കഴിഞ്ഞാൽ ഒരുപോലെ ഇരിക്കും. അവർക്ക് വ്യത്യാസം അറിയാം. നമുക്ക് പെട്ടെന്നൊന്നും കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും മനസ്സിലാകില്ല. പെട്ടെന്നല്ല, എനിക്ക് തോന്നുന്നു അടുത്തങ്ങോട്ട് സഹകരിച്ച് കുറേ നാൾ കഴിഞ്ഞിട്ട് നമുക്ക് മനസ്സിലാകുള്ളൂ അവരുടെ വ്യത്യാസം. അത്രയ്ക്ക് പോലും ചെറിയ വ്യത്യാസമില്ലാത്ത ആൾക്കാരാണ് അവർ. ആ സ്ത്രീ എൻ്റെ അടുത്ത് വന്ന് എന്നെ പരിചയപ്പെടുകയായിരുന്നു. ഭയങ്കര കൂട്ടാണ്. അവൻ്റെ ഭർത്താവ് വല്ലപ്പോഴും മാത്രമേ വരികയുള്ളൂ. അത് മാത്രവുമല്ല, ഭർത്താവ് ഭയങ്കര ബിസി ആയതുകൊണ്ട് അവർക്കും ബോറടിക്കും. അങ്ങനെ അവർ വരും. ചെക്കന്മാർ 2 പേരും കോളേജിലാണ് പഠിക്കുന്നത്. ഇവിടേക്ക് വന്ന് ഞാൻ വീട്ടിലേക്ക് വന്നോട്ടെ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ അവരെ അങ്ങ് സമ്മതിച്ചു. അങ്ങനെ ഡെയിലി വരാൻ തുടങ്ങി.
അവർ കാസർഗോഡ് സ്റ്റൈലിലുള്ള പല കാര്യങ്ങളും ഉണ്ടാക്കും. ഞാനാണെങ്കിൽ ഇവിടുത്തെ സ്റ്റൈലിലും അങ്ങനെ നല്ല ഫുഡൊക്കെ വെച്ച് കൊടുക്കും. ഇരട്ട ചെക്കന്മാരും അവിടെ വരും. അമ്മ രണ്ടുപേരും ഒരേപോലെ ഇരിക്കുകയാണ്. ജിമ്മിലൊക്കെ പോയി നല്ല സുന്ദര കുട്ടപ്പന്മാർ. എനിക്ക് അവരെ കാണുമ്പോൾ അങ്ങ് അത്ഭുതമായിരുന്നു. എനിക്ക് ഇരട്ടക്കുട്ടികളുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് കേട്ടോ. ആ സമയത്ത് ഒരു ദിവസം എൻ്റെ കൂടെ താമസിക്കുന്ന സ്ത്രീ വരാതായല്ലോ. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, ചേച്ചി ഒരു കാര്യം ചെയ്യേ, ഇവിടെ 2 ചെക്കന്മാരുണ്ടല്ലോ, ഒരുത്തൻ എൻ്റെ കൂടെ താമസിക്കട്ടെ, ഒരെണ്ണം രാത്രി വന്ന് ചേച്ചിക്ക് കൂട്ട് കിടക്കട്ടെ, ഒരാളെ മതി എനിക്ക്. രണ്ടും കൂടെ രാത്രി അവിടെ ഒന്നിച്ച് കിടന്ന് പറഞ്ഞാൽ ഭയങ്കര അടിയും വഴക്ക് ബഹളമൊക്കെയാണ്. പാതിരാത്രിക്ക് പോലും തമ്മിത്തല്ലാണ്. അതുകൊണ്ട് ഇവിടെ വന്ന് കിടക്കട്ടെ, അല്ലാത്ത സമയത്തല്ലോ ഒന്നിച്ചല്ലേ ഇരിക്കുന്നേ എന്ന് പറഞ്ഞു. അവരോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇരട്ടകൾക്ക് സമ്മതമാണ്. പക്ഷേ എനിക്ക് പേടിയാണ്. ചെക്കന്മാരാണെങ്കിലും നല്ല മുതിർന്ന ചെക്കന്മാരല്ലേ. അതുമാത്രമല്ല ഒത്തിരി കാലമായിട്ട് ഇവിടെ ആണുങ്ങളൊന്നും കയറി ഇറങ്ങാത്തൊരു വീടാണ്. ശരിക്കും ഒരു താമസശാല പോലെ ഇരിക്കുകയാണ്. അവിടെ അവന്മാർ വന്നാൽ ശരിയാകുമോ എന്ന് ഞാനിങ്ങനെ ആലോചിച്ചു. മക്കളോട് ചോദിച്ചപ്പോൾ മക്കൾ പറഞ്ഞു, അത് നല്ലതല്ലേ അമ്മേ, അമ്മയുടെ മക്കളാകാനുള്ള പ്രായമല്ലേ ഉള്ളൂ 2 പേർക്കും, അവർ വന്ന് കിടക്കട്ടെ. ഞാൻ പറഞ്ഞു, എന്നാൽ ആരെങ്കിലും ഒരാൾ സ്ഥിരമായിട്ട് വന്ന് കിടക്കണേ എന്ന് പറഞ്ഞു. അവർ സമ്മതിക്കുകയും ചെയ്തു. പിറ്റേ ദിവസം മുതൽ ഉണ്ണി എന്ന് വിളിക്കുന്ന ചെക്കൻ അവിടെ വന്ന് കിടക്കാൻ തുടങ്ങി. അവനാണെങ്കിൽ നല്ല രീതിയിൽ തമാശയൊക്കെ പറയും. പക്ഷേ 2 പേരെയും എനിക്ക് കണ്ടുപിടിക്കാൻ വലിയ പ്രയാസമായിരുന്നു. ഇവിടെ നിന്നാണ് അവൻ ഭക്ഷണം കഴിക്കുക. പതുക്കെ പതുക്കെ ഞങ്ങൾ രണ്ടുപേരും കൂടെ വൈകുന്നേരം ഭക്ഷണം കഴിക്കുമ്പോൾ തമാശകളും മറ്റും പറഞ്ഞ് ഞങ്ങൾ നന്നായി അടുത്തു. അവൻ്റെ ഇരട്ട സഹോദരൻ്റെയും പുറകെ ഒത്തിരി പെണ്ണുങ്ങൾ നടക്കുന്നുണ്ട്, ചിലർക്കൊക്കെ മാറിപ്പോകും എന്ന് പറഞ്ഞ് അവൻ പല കഥകളും പറയും. ഇങ്ങനെ അടുത്ത് കഴിഞ്ഞപ്പോഴേക്കും ഞാനും പണ്ട് നടന്നിട്ടുള്ള പല കാര്യങ്ങളും പറഞ്ഞു. എങ്കിലും ആ ഒരു പുരടത്തിൽ വെച്ച് നടന്ന കാര്യമൊന്നും പറഞ്ഞില്ല. പക്ഷേ ഒരു ദിവസം അവൻ എന്നോട് ചോദിച്ചു, ആൻറ്റി ഞാൻ ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറയുമോയെന്ന്. ഞാൻ പറഞ്ഞു, സത്യം പറയാമെന്ന്. എങ്കിൽ വേദനിപ്പിക്കുന്നതാണെങ്കിലും ഞാൻ ഒരു കാര്യം ചോദിക്കുകയാണ്. ഇങ്ങനെ ആൻറ്റിയെക്കുറിച്ചൊരു കഥയുണ്ട്. ആൻറ്റി പുരടത്തിൽ പോയി കഴിഞ്ഞപ്പോഴേക്കും ഒരു ചെക്കനെ അവിടുത്തെ കുടിലിൽ വിളിച്ചു കയറ്റിയെന്നും നിങ്ങൾ 2 പേരും കൂടെ അവിടെ കഴിയുന്നത് ആരോ കണ്ടെന്നൊക്കെയുള്ളൊരു കഥ. അത് കേട്ട് ശരിക്കും ഞാൻ വെട്ടി വീർത്ത് പോയി, ഞെട്ടിപ്പോയി. ലോകത്തിൽ ആർക്കും അറിയാത്തൊരു കഥയാണെന്നാണ് ഞാൻ വിചാരിച്ചത്. എനിക്കും എൻ്റെ ഫ്രണ്ടിനും പിന്നെ അന്ന് അവിടെ ജോലി ഉണ്ടായിരുന്ന ആളും ആ ചെക്കനും ഇത്രയും പേര് അറിഞ്ഞിട്ടുള്ളൊരു കാര്യമാണെന്നാണ് വിചാരിച്ചത്. കാര്യം പിണങ്ങെങ്കിലും അയാൾ ആരോടും പറഞ്ഞതായിട്ട് എനിക്കറിയില്ല. ആരും എന്നോട് ചോദിച്ചിട്ടുമില്ല. ഇത്രയും കാലം ഈ സമൂഹത്തിൽ ജീവിച്ചില്ലേ. ഞാൻ ചോദിച്ചു, എടാ നിങ്ങളിവിടെ വന്നിട്ട് ഇത്ര നാളിലേ ആയിട്ടുള്ളൂ, എങ്ങനെയാണ് ഇത്രയും പഴയ കഥ നീ അറിഞ്ഞെന്ന് ചോദിച്ചു. അപ്പോഴാണ് അവൻ പറഞ്ഞത്, എന്നെക്കുറിച്ച് പുറത്ത് ആണുങ്ങൾക്കിടയിൽ ഇങ്ങനെയുള്ള അഭിപ്രായമുണ്ടെന്നും ഈ കഥ വർഷങ്ങളായിട്ട് പ്രചരിക്കുന്നുണ്ടെന്നും. ഞാൻ പണ്ട് സ്വന്തം പുരയിടത്തിൽ വെറുതെ നോക്കാൻ പോയി കഴിഞ്ഞപ്പോഴേക്കും വഴിയിൽ അടുത്ത വീട്ടിൽ നിന്നും റെഫ്രിജറേറ്റർ നന്നാക്കാൻ വന്ന മെക്കാനിക്ക് പയ്യനെ കണ്ടെന്നും അവനെ കണ്ണും കാലും കാണിച്ച് വശീകരിച്ച് പുരയിടത്തിലെ വള്ളിക്കുടലിൽ കൊണ്ടുപോയി പുള്ളിക്കുള്ളിനെ പോലെ പാടിയെന്നാണ് കഥ. ഇത് കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. ആ ചെക്കൻ അടുത്ത വീട്ടിൽ വന്ന മെക്കാനിക്കാണെന്നോ ഒന്നും എനിക്കറിയില്ല. പക്ഷേ പുരയിടത്തിൽ പണിയെടുത്ത ആളുമായിട്ട് അവൻ എന്താ ബന്ധമെന്നോ അവൻ എങ്ങനെ വന്നെന്നോ ഒന്നും എനിക്കറിയില്ല. ഒരു പക്ഷേ അവർക്കറിയാമായിരിക്കാം. എന്തായാലും അയാൾ പോയിട്ട് ഈ കഥകളൊക്കെ അവിടുത്തെ ചെക്കന്മാരോട് പറഞ്ഞു. അപ്പോൾ അവർ പിന്നീട് തലമുറകൾ കൈമാറി ഈ കഥകൾ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അവർ പറഞ്ഞത് വലിയ മതിലിനകത്ത് ചെറുപ്പക്കാരെ പ്രതീക്ഷിച്ചിരിക്കുന്ന മാദകയക്ഷി എന്നുള്ള നിലയിലാണ് ഈ പ്രായത്തിലും മറ്റുള്ളവർ എന്നെ വർണ്ണിക്കുന്നത് എന്നാണ് ചെക്കൻ പറഞ്ഞത്. ആ കഥ കേട്ട് ഞാൻ ശരിക്കും വിഷമിച്ചു. അവനോട് പറഞ്ഞു, അങ്ങനെയല്ല നടന്നത്, എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്കാണ്. അവിടെ വന്നപ്പോൾ അവൻ ആരാണെന്നറിയില്ല, അങ്ങനെ പറ്റിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ആ ചെക്കനോട് അന്ന് എല്ലാം പറഞ്ഞു. ആ പാവം പറഞ്ഞു, ഇവിടെ വരുന്നെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അടുത്തുള്ള പുതിയ സുഹൃത്തുക്കൾ പറഞ്ഞത്, ആൻറ്റി എനിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്, ആൻറ്റി എന്തിനും റെഡിയാണ്, കാര്യം ആൻറ്റിക്ക് ഇഷ്ടം ചെറുപ്പക്കാരെയാണെന്ന്. അങ്ങനെ പറഞ്ഞാണ് ഈ കഥകളെല്ലാം അവൻ അറിയാൻ തുടങ്ങിയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മോനെ അങ്ങനെയല്ല, എനിക്കെന്നൊരു അബദ്ധം പറ്റിയതാണെന്ന്. അവൻ പറഞ്ഞു, സാരമില്ല, നമ്മൾ തമ്മിൽ ഒരു ഫ്രണ്ട്സിനെ പോലെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അറിയാതെ ചോദിച്ചു പോയതാണ്. ആൻറ്റിയെക്കുറിച്ച് ആളുകൾ എന്താ പുറത്ത് പറഞ്ഞതെന്ന് അറിയാമെന്നാണ് ഞാൻ വിചാരിച്ചത്. കാര്യം ഇത് ഇവിടുത്തെ കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല, എനിക്കൊന്നും അറിയില്ല, ആരും എന്നോട് ചോദിച്ചില്ല. അത് പിന്നെ ആൻറ്റിയുടെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് ആളുകൾ ചോദിക്കാതിരിക്കുന്നതാ. പക്ഷേ എങ്ങനെയാണ് ആൻറ്റി എന്ന് പറഞ്ഞു. സാരമില്ലെന്ന് പറഞ്ഞ് അവൻ എന്നെ ആശ്വസിപ്പിച്ചു. എനിക്ക് 3-5 ദിവസം നല്ല ഷോക്കുണ്ടായിരുന്നു. എന്ത് ചെയ്യാനാണ്, പറ്റിപ്പോയതല്ലേ. ശരിയാണ്, മെക്കാനിക്കാണോ ഡ്രൈവറാണോ ഒന്നും അറിയില്ല, വന്നപ്പോൾ അങ്ങനെ സംഭവിച്ചു. അയാളിത് കാണുകയും
ആവുകയും ചെയ്തു. എല്ലാവരോടും പറഞ്ഞ് ഇങ്ങനെയാക്കി ഇനി എന്ത് ചെയ്യുമെന്ന് ഓർത്തിരുന്നു. അവൻ എന്നെ സമാധാനിപ്പിച്ചു. യോ, ആൻറ്റിക്ക് അറിയാമായിരിക്കും, അതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞതാണ്. ഇപ്പോഴാണ് മനസ്സിലായത് ആൻറ്റിക്ക് ഇതൊന്നും അറിയില്ലെന്ന്. എന്നോട് സോറി എന്നൊക്കെ പറഞ്ഞു. പക്ഷേ പിന്നെ അവൻ എന്നോട് അടുത്തിരിക്കാനും എൻ്റെ ദേഹത്തൊക്കെ ഒന്ന് തലോടാനും ശ്രമിച്ചു തുടങ്ങി. ഞാൻ വേണ്ട, നിൻ്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, എന്തായാലും പുറത്ത് ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ ആൻറ്റിക്ക് യാതൊരു കുഴപ്പമില്ല, ഒരു പ്രശ്നം ഉണ്ടാകില്ല, എനിക്ക് പ്രശ്നം ഉണ്ടാകുന്നില്ല, ആൻറ്റി എനിക്കിഷ്ടമായത് കൊണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞ് പഞ്ചാര വർത്തമാനമായി എൻ്റെ പുറകെ നടക്കാൻ തുടങ്ങി. ഇറങ്ങിപ്പോകാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൻ പറഞ്ഞു, ഞാൻ പോകില്ല, എനിക്കിഷ്ടമാണെന്ന് പറഞ്ഞ് അടുക്കളയിലൊക്കെ എൻ്റെ പുറകെ വരും. എന്നെ കിള്ളും നുള്ളും. ഞാനാണെങ്കിൽ വേണ്ട ചേക്കാന്ന് 100 വട്ടം പറഞ്ഞതാണ്. അവൻ പറഞ്ഞു, അന്നാകാമെങ്കിൽ അന്ന് പെട്ടെന്നുണ്ടായ സംഭവത്തിൽ ആൻറ്റിക്ക് ഓക്കെ ആണെങ്കിൽ ഇഷ്ടപ്പെടുന്ന ഞാൻ വന്നു കഴിയുമ്പോൾ ആൻറ്റി എന്തിനാണ് അത് എതിർക്കുന്നത് എന്നൊക്കെയായി. അവൻ എത്ര എതിർത്തിട്ടും പ്രേമപൂർവ്വമാണ് എന്നോട് പെരുമാറിയത്. അങ്ങനെ ഒരു ദുർബല നിമിഷത്തിൽ ഞാനും ഒരു ഗന്ധർവ ലോകത്തിലേക്ക് എടുത്തെറിയപ്പെട്ടു. ചുഴികളിൽ നുരകൾ പൊന്തി. അന്ന് പാലും പഴവും പകർന്നു നൽകുന്ന മധുവിധ രാത്രിയായിരുന്നു. കാര്യം അവൻ എന്നെയും എനിക്കവനെ ഇഷ്ടമാണ്. അത്രയ്ക്കും തുറന്ന് ഞങ്ങൾ സംസാരിച്ചല്ലോ. പിന്നെ ഞങ്ങൾക്കിടയിൽ മതിലുകൾ ഒന്നുമില്ലാതായി. അങ്ങനെ പോയപ്പോഴാണ് മാഡം അവൻ എന്നോട് പറഞ്ഞത്, എന്താണെങ്കിലും ഞാൻ എൻ്റെ സഹോദരനോട് പറയാറുണ്ട്, ഞാൻ അവനോടെല്ലാം പറയും. ഞങ്ങൾ വഴക്കാണെങ്കിലും ഇരുമയാണെങ്കിലും ഒന്നാണ്. അവനോട് ഞാൻ എല്ലാം പറയാറുണ്ട്. അവനാണെങ്കിൽ എന്നേക്കാൾ ആൻറ്റി ഇഷ്ടമാണ്. നാളെ തൊട്ട് എനിക്ക് പകരം അവൻ വരുമെന്ന് പറഞ്ഞു. അത് വേണ്ട, റിസ്ക് ആവെന്ന് പറഞ്ഞപ്പോൾ ഒരു റിസ്ക്കും ഇല്ല, അമ്മയൊന്നും ശ്രദ്ധിക്കില്ല, പ്ലീസ് ആൻറ്റി, അവൻ ആൻറ്റി ഒത്തിരി ഇഷ്ടമാണ്, എനിക്ക് ഉള്ളതെല്ലാം അവനുമുള്ളതാണെന്നൊക്കെ പറഞ്ഞ് അവൻ എന്നെ കൺവിൻസ് ചെയ്യിപ്പിച്ചു. അങ്ങനെ അവൻ്റെ ഇരട്ട സഹോദരൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും അവനിൽ നിന്നും ഒരേപോലെയുള്ള രൂപമായതുകൊണ്ട് ഒരേപോലെയുള്ള കാര്യങ്ങളായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷേ എനിക്കറിയില്ല, അന്നാണ് എനിക്ക് 2 പേരെയും വ്യത്യസ്തരായി തിരിച്ചറിഞ്ഞത്. രണ്ടും 2 തരം ആണുങ്ങളാണ്, 2 തരം രീതികളാണ്, 2 മാസ്മര ലോകമാണ് എനിക്കവർ സമ്മാനിച്ചത്. പിന്നീടായി കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് 2 പേർക്കും എന്നോട് സ്നേഹം. എനിക്കും അവരെ കണ്ണാടിയിൽ കാണുന്നത് പോലെ ആയതുകൊണ്ട് 2 പേരോടും വല്ലാത്ത ഇഴയെടുപ്പും. അങ്ങനെ ആയി കഴിഞ്ഞപ്പോഴേക്കും പിന്നീട് ഒരാൾ വീട്ടിൽ കിടക്കാൻ വരും. പിന്നീട് കുറച്ചു നേരം കഴിയുമ്പോഴേക്കും മതിൽ ചാടി മറ്റൊരാളും വരും. അങ്ങനെ മിക്കവാറും ദിവസങ്ങളിൽ വെളുപ്പിന് 3 മണി വരെ ഞങ്ങൾക്ക് ആമോദവേളയായിരിക്കും. സത്യം പറഞ്ഞാൽ ആ പ്രണയവലയത്തിൽ ഞാൻ പിന്നെയും അകപ്പെട്ടു പോയി. മാഡം, ഇങ്ങനെയൊക്കെയാണെങ്കിലും അവരുടെ അമ്മ, ആ സ്ത്രീ, അത് 1 മാസത്തിനു മുമ്പ് തിരിച്ചറിഞ്ഞു. യാദൃശ്ചികമായി രാത്രിയിൽ ഇവിടുന്ന് ഒരു മകൻ മതിൽ ചാടിച്ചില്ലെന്നത് കണ്ടു. അവനെ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവൻ മണിമണി പോലെ പറഞ്ഞു, എൻ്റെ 2 മക്കളെയും നീ തട്ടിയെടുത്തെന്നൊക്കെ പറഞ്ഞ് അവർ വീട്ടിൽ വന്ന് ബഹളം വെച്ചു. ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ലായിരുന്നു. എനിക്ക് അവരോട് തിരിച്ച് ഒന്നും പറയാനില്ലായിരുന്നു. പക്ഷേ ഇരട്ടക്കുട്ടികൾ 2 പേരും കൂടി വന്നിട്ട് അവർ അമ്മയെ പിടിച്ച് വലിച്ചുകൊണ്ട് പോയി. എന്നെ ഇഷ്ടമാണെന്നും എന്നും എൻ്റെ കൂടെ ആയിരിക്കുമെന്നും ഒക്കെ അവർ അമ്മയോട് പറഞ്ഞിട്ടാണ് വിളിച്ചുകൊണ്ട് പോയത്. ഇത് നാട്ടുകാരെല്ലാം അറിഞ്ഞ് വലിയ പ്രശ്നമാണെന്ന് എനിക്ക് തോന്നി. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാൻ ഞാൻ ഇരിക്കുകയായിരുന്നു. രാത്രി 7 മണിയായി കഴിഞ്ഞപ്പോഴേക്കും ആ സ്ത്രീ പിന്നെയും പുറകുവശത്തൂടെ വീട്ടിലേക്ക് വന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, എത്രയൊക്കെ പറഞ്ഞിട്ടും എൻ്റെ മക്കൾ കേൾക്കുന്നില്ല, നിങ്ങളെ അങ്ങ് ഇഷ്ടമാണ് 2 പേർക്കും, നിങ്ങളിൽ നിന്ന് അവർ വിട്ടുപിരികയില്ല, അവരെ എവിടേക്കെങ്കിലും വിടാൻ എനിക്ക് തോന്നുന്നില്ല, ആകെ 2 പിള്ളേരേ ഉള്ളൂ, അതും ഇരട്ട പിള്ളേർ. ഞാൻ പറഞ്ഞു, അറിയാതെ പറ്റിപ്പോയതാണെന്ന്. ഇത് അറിയാതെ പറ്റിയതല്ല, അറിഞ്ഞുകൊണ്ട് പറ്റിയതാണെന്നൊക്കെ പറഞ്ഞ് കുറച്ച് വഴക്കിട്ടു. ഞാനിപ്പോൾ എന്ത് ചെയ്യാനാണ്, അവരെ ഞാൻ മറക്കാം, നമുക്ക് യാതൊരു ബന്ധം വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, അത് പറ്റില്ല, മക്കൾ സമ്മതിക്കില്ല, അവരിങ്ങോട്ട് വരും, നാട്ടുകാരെല്ലാം അറിയും, ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്ന് ചോദിച്ചപ്പോൾ അവർ പറയുകയാണ്, എൻ്റെ മക്കൾ എനിക്ക് വലിയ സ്വത്താണ്, അവരെ വിട്ടുതരണോ വേണ്ടതെന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. പിന്നെ ഞാൻ ഓർത്തു, എൻ്റെ ജീവിതം കുളമാണ്, എൻ്റെ ഭർത്താവിന് മതിയായ ശമ്പളമൊന്നും കിട്ടുന്നില്ല, അതുമാത്രമല്ല അയാൾ എന്നെ പരിഗണിക്കുന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടംപോലെ സ്വത്തുള്ളതല്ലേ, അതുകൊണ്ട് 2 പേർക്കും ചേർത്ത് ഒരു 20,000 രൂപ മാസം തരാമെങ്കിൽ എൻ്റെ മക്കൾ ഇവിടെ വന്നിട്ട് പോകുന്നത് ഞാനങ്ങ് കണ്ണടച്ചേക്കാവുന്ന. അവരുടെ പറച്ചിൽ കേട്ടിട്ട് ഇങ്ങനൊരു അമ്മ പറയുമെന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനെ ഒരു സ്ത്രീയും ചെയ്യില്ലല്ലോ എന്ന് കൂടി അവരെന്നോട് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഒന്നും പറയാനില്ലാതായി. ഈ ഡീല് ഓക്കെ ആണെങ്കിൽ എന്ന് പറഞ്ഞിട്ടാണ് അവർ പോയത്. ഉറപ്പിക്കുകയാണെങ്കിൽ പറയണമെന്ന് പറഞ്ഞു.
ഞാൻ രാവിലെക്കോളം ചിന്തിച്ചു. അവസാനം ഞാൻ പറഞ്ഞു ഓക്കെ ആണെന്ന്. അങ്ങനെ ഞാൻ പണം കൊടുത്തു മാഡം. അത് കഴിഞ്ഞ് പതിവ് പോലെ അവന്മാർ ഇവിടെ വരുന്നുണ്ട്. എൻ്റെ കാര്യങ്ങളെല്ലാം ഓക്കെ ആകുന്നുണ്ട്. എല്ലാ മാസവും 20,000 രൂപ കൊടുക്കണമെന്നാണ് കരാറ്. പിന്നെ അവർ മക്കളെ സ്വാതന്ത്ര്യത്തോടുകൂടി ഇങ്ങോട്ട് വിടുന്നത് കൊണ്ട് അവരോട് ഞാൻ പറയുകയും ചെയ്യരുത് ഞങ്ങൾക്കിടയിൽ കരാറുണ്ടെന്ന്. അങ്ങനെയാണ് പോകുന്നത്. എനിക്കിപ്പോൾ തോന്നുന്നത് ഞാനൊരു ചൂഷണത്തിൻ്റെ വക്കിലേക്ക് പോവുകയാണോ അതോ ഇനി അവർ എനിക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യുകയാണോ ഒന്നും അറിയില്ല. ചെക്കന്മാരും ഞാനും തമ്മിലുള്ള ജീവിതം വളരെ സംതൃപ്തകരമാണ്. ഇനിയിപ്പോൾ മാഡം എന്നെ തെറി വിളിച്ചെന്ന് പറഞ്ഞാലും എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഒരു ലക്കും ലഗാനുമില്ല. നല്ല ജീവിതമാണ്, എന്നാൽ ആശങ്കകളുമുണ്ട്. ഇത് കേട്ടിട്ട് മാഡത്തിൻ്റെ അഭിപ്രായം എന്താണെന്ന്? എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ലക്കും ലഗാനും ഇല്ലാതെ പോകാൻ നിങ്ങൾ പറഞ്ഞില്ലേ, കറക്റ്റാണ്. യാതൊരു ലക്ഷ്യവുമില്ലാതെ എവിടേക്കോ കയറി എങ്ങോട്ടൊക്കെ പോവുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ചെക്കന്മാരുടെ സൗന്ദര്യവും അവരുടെ ചെറുപ്പവും പിന്നെ നിങ്ങളുടെ ആവശ്യങ്ങളും മാത്രമേ ഉള്ളൂ മുന്നിൽ. പക്ഷേ ഇത് പുറത്തിറങ്ങിയാൽ, മക്കൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ, മക്കൾ അറിഞ്ഞു കഴിഞ്ഞാൽ എന്താകുമെന്ന് യാതൊരു വിധത്തിലും നിങ്ങൾ ചിന്തിച്ചിട്ടില്ല. അതുമാത്രമല്ല, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ഭർത്താവില്ലാതെ ജീവിച്ചു, ഇതിനിടയ്ക്ക് നിങ്ങൾക്ക് അബദ്ധം പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ആൺതോണില്ലാതെ ജീവിക്കുകയാണ്, പല ആഗ്രഹങ്ങളുമുണ്ട്, അപ്പോൾ അറിയാതെ വീണുപോയി എന്ന് വേണമെങ്കിൽ ഒരു ന്യായം പറയാം. പക്ഷേ ആ സ്ത്രീ ഇരട്ടകളുടെ അമ്മ, അവർ സ്വന്തം മക്കൾ കാണിക്കുന്ന തോന്നിയാസങ്ങൾക്ക് കൂട്ടു നിൽക്കാൻ വേണ്ടിയിട്ട് എല്ലാ മാസവും 20,000 രൂപ ആവശ്യപ്പെടുന്നു. എന്നിട്ട് മക്കളുടെ കാര്യങ്ങൾക്ക് അനുവദിക്കുന്നു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, അവർക്ക് 2 പെൺകുട്ടികളായിരുന്നെങ്കിൽ ആ പിള്ളേരുടെ ഗതി എന്താണെന്ന്. അപ്പോൾ ആ സ്ത്രീ വളരെ അപകടകാരിയായ ഒരു സ്ത്രീയല്ലേ? അവരുമായിട്ട് ഈ ഡീലിങ്സിൽ ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം എന്താകും? നിങ്ങൾ ചതിക്കപ്പെടുകയോ അല്ലെങ്കിൽ അപകടത്തിലേക്കോ നീങ്ങുകയാണെന്നുള്ളതിൽ യാതൊരു സംശയം എനിക്ക് തോന്നുന്നില്ല. ചെക്കന്മാർക്ക് ഇതറിയാമോ എന്നും അറിയില്ല. ഇനി എല്ലാവരും കൂടെ ചേർന്നിട്ടുള്ളൊരു കളിയാണോന്നും അറിയില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും സൂക്ഷിക്കുക. സ്വന്തം സ്വത്തും പണവും മാനവും ഒക്കെ പോകും. 2 പെൺകുട്ടികളുണ്ട്, പിന്നെ ഒരു കുട്ടിയെ കല്യാണം കഴിക്കാനുണ്ട്. അപ്പോൾ ഇതൊക്കെ നിയന്ത്രിച്ച് പോകുന്നതല്ലേ നല്ലത്? ഇതിൻ്റെ ആവശ്യമുണ്ടോ നിങ്ങൾക്ക്? ഇരട്ടപ്പയ്യന്മാരാണ്, വലിയൊരു വെറൈറ്റി തന്നെയാണ്. എന്ന് വെച്ചിട്ട് വെറൈറ്റിക്ക് പിന്നാലെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല പാരകളാകും ജീവിതത്തിൽ സംഭവിക്കുക. ഇത് വേണോ 100 വട്ടം ആലോചിക്കുക. വേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. ഇതിലെന്തൊക്കെയോ ദുരൂഹമായ മർമ്മങ്ങളുണ്ട്. അപ്പോൾ അതിലേക്ക് പോകാതിരിക്കുന്നതല്ലേ നല്ലത് എന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം.